ബി കെ എഫിൻ്റെ 5ാമത് എഡിഷൻ സമാപിച്ചു. ഒരുപാട് വിദ്യാർത്ഥികളും കൗമാരക്കാരും യുവാക്കളും അക്കാദമീഷ്യൻസൊക്കെ ബി കെ എഫിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ബി കെ എഫിൻ്റെ ഒരു പ്രേക്ഷകനായി വന്ന് ബി കെ എഫിൻ്റെ റിപ്പോർട്ടറായി മാറിയ യാസർ സി വി താനൂരാണ് നമ്മോടൊപ്പം ഉള്ളത്. അപ്പോൾ യാസറിന് ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ടാകും. ഒരുപാട് അതിഥികളുമായിട്ട് അല്ലെങ്കിൽ ബി കെ എഫിൻ്റെ പ്രേക്ഷകരുമായിട്ടൊക്കെ ഇപ്പോൾ സംസാരിച്ച് കഴിഞ്ഞു. അപ്പോൾ റിപ്പോർട്ടറായി പിന്നെ ബി കെ എഫിൻ്റെ ഒരു ഭാഗമായി എന്ന നിലയ്ക്ക് എന്താണ് പ്രതികരിക്കാനുള്ളത്? സത്യം പറയാനുണ്ടെങ്കിൽ ഞാൻ ഓൺലൈനിലൂടെ ഈ ഒരു ഇതിങ്ങനെ കണ്ട സമയത്താണ് ഞാനൊരു പരിപാടി ഇന്ന് കൂടണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. അങ്ങനെ ഞാനിങ്ങനെ ഇരുന്നു. അവരിങ്ങനെ അതിന് മുമ്പൊന്ന് ഒരു ബൈറ്റ് കൊടുത്തു. അപ്പം അതിന് ശേഷം ഞാൻ ഇരിക്കുമ്പോഴാണ് ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഒന്ന് സംസാരിക്കാമോ എന്ന് ചോദിച്ചു. എന്നാൽ ആ ഒരു വാക്കിൽ നിന്ന് തുടങ്ങി പിന്നെ സമാപനം വരെ ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റി. എൻ്റെ ചെറുപ്പം മുതലുള്ള ഒരു ഡ്രീം എന്ന് വെച്ചാൽ ജേർണലിസം കരിയറാണ്. ഞാൻ ഒരുപാട് പരിപാടിയിൽ പോയിരുന്നെങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സത്യം പറയുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ഒരുപാട് വിദ്യാർത്ഥികളെ കൂടി ഈ ഒരു ബുഹാരി സ്ഥാപനം ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. വളരെ സന്തോഷമുണ്ട്. കാരണം ഈ ഒരു പരിപാടിയിലേക്ക് വന്നപ്പോഴും നിങ്ങളുടെ ഒരു കൂട്ടത്തിലെ അവസാനം ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങളുടെ ഒരു കൂട്ടത്തിലെ ഒരാളായിട്ട് മാറുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ഇനിയും ഇങ്ങനെയുള്ള പരിപാടിയിലേക്ക് വരണം. കാരണം നമ്മുടെ ആഗ്രഹങ്ങൾ കൂടി സാധിപ്പിച്ചു തരാനുള്ള ഒരു ചവിട്ടുപടിയാണ് ഈ ഒരു ബുഹാരി ഫെസ്റ്റിവൽ. ഒരിക്കലും ലൈഫിൽ തന്നെ മറക്കാൻ കഴിയാത്തൊരു അനുഭവമാണ്. കാരണം എൻ്റെ ഒരു ഡ്രീമിലേക്കുള്ള ഒരു ഏറ്റവും വലിയ ചവിട്ടുപടി തന്നെയാണിത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ആംബിയൻസ് പറയാനുണ്ടെങ്കിൽ തന്നെ വളരെ മനോഹരമായ സെക്ഷനായിരുന്നു. ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിദ്യാർത്ഥികളായ ഇന്ന് ലഹരിയുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കപ്പുറം അറിവാണ് ലഹരി എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ഒരുപാട് സെഷനുകൾ ഇവിടെ നടന്നു. ഏതായാലും സന്തോഷം. ഇവിടെ ഒരിക്കലും മറക്കാനാവാത്തൊരു അനുഭവമായി എൻ്റെ ഹൃദയത്തിലുണ്ട്. ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഈ ബുഹാരി ഫെസ്റ്റിവൽ നടത്തിയ എല്ലാ സംഘാടകരിലും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ആശംസിക്കുകയാണ്. എന്നെ ഈ ഒരു ഡ്രീമിലേക്ക് ഒരു ചവിട്ടുപടിയായതിനും ഹൃദയത്തിൻ്റെ അകത്തട്ടിൽ നിന്നും ഞാൻ നന്ദി ആശംസിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയുള്ള ബി കെ എഫുകളിലും താങ്കളുടെ സഹകരണവും സാന്നിധ്യമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്.